ഹായ്, മനോരഥങ്ങൾ വെബ് സീരീസിലെ ശ്യാമപ്രസാദ് ഡയറക്റ്റ് ചെയ്ത ഒരു എപ്പിസോഡുണ്ട്. കാഴ്ച എന്നാണ് അതിൻ്റെ പേര്. MTയുടെ തന്നെ പഴയൊരു കഥയാണ് ഈ എപ്പിസോഡിൽ അവർ വിഷ്വലൈസ് ചെയ്തിട്ടുള്ളത്. വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് കേട്ടോ. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. പാർവതിയാണ് ലീഡ് റോളിൽ വന്നിട്ടുള്ളത്. പാർവതി, നരേൻ, ഹരീഷ് ഉത്തമൻ, പിന്നെ കുറച്ച് അത്ര കണ്ടു പരിചയമില്ലാത്ത കുറച്ച് നല്ല ആർട്ടിസ്റ്റുകളും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ സ്റ്റോറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേരളത്തിലും തമിഴ്നാട്ടിലുമായിട്ടാണ്. പഴയ കാലത്ത് നടക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ പാർവതി അവതരിപ്പിക്കുന്ന കഥാപാത്രം സുധയും സുധയുടെ ഹസ്ബൻഡായിട്ട് അഭിനയിക്കുന്ന നരേനാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും തമിഴ്നാട്ടിൽ എന്തോ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ ഇവർക്ക് രണ്ടാൾക്കാർക്കും ഇടയിൽ ഭാര്യ ഭർത്താവാണ്. പക്ഷെ അവർ തമ്മിൽ എന്തോ അത്ര നല്ല റിലേഷനിലല്ല. അപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ആകാൻ വേണ്ടി നിൽക്കുന്ന കപ്പിൾസാണ്. അപ്പോൾ ഈ ഡൈവേഴ്സിന്റെ കാര്യം ഇവരുടെ നാട്ടിലറിയുന്ന സമയത്ത് ഈ നാട്ടിലുള്ളവരുടെ വീട്ടുകാരും ഇവരൊക്കെ ഇത് ഡിസ്കസ് ചെയ്യുന്നതും, ഇവരുടെ സുഹൃത്ത് ഈ മഞ്ജു പത്രോസ് അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. ഈ ഫ്രണ്ട് ഈ ഒരു കാര്യം ഈ പാർവതിയോട് സംസാരിക്കുന്ന രീതിയൊക്കെ ഉണ്ട്. അത് വളരെ റിലേറ്റബിൾ ആയിരുന്നു. ഇന്നത്തെ കാലത്തും അതുപോലെയൊക്കെ സംസാരിക്കുന്നത്. ഇപ്പൊ ഡൈവേഴ്സിനെയൊക്കെ ആ ഒരു രീതിയിൽ കാണുന്ന യാഥാസ്ഥിതികരായിട്ട് ചിന്തിക്കുന്ന കുറേ ആൾക്കാർ നമുക്കിടയിലുണ്ട്. അപ്പോൾ മഞ്ജു പത്രോസിന്റെ കഥാപാത്രം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടറായിരുന്നു. അതുപോലെ തന്നെ പാർവതിയുടെ അമ്മ പാർവതിയുടെ ഈ കാര്യം ചോദിക്കുന്നുണ്ട്. 5 വർഷം കല്യാണമൊക്കെ കഴിഞ്ഞ് ജീവിച്ചിട്ട് ഇനി സെപ്പറേറ്റ് ആയി കഴിഞ്ഞാൽ അത് നാട്ടുകാർ എന്ത് പറയുന്നൊക്കെ ചോദിക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നരേന്റെ കഥാപാത്രമായിട്ട് ഈ പാർവതിയുടെ കഥാപാത്രം ഇങ്ങനെ സെപ്പറേറ്റ് ആയി നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആവാനായിട്ട് നിൽക്കുന്ന സമയത്ത് ആണ് നമ്മുടെ ഹരീഷ് ഉത്തമന്റെ ക്യാരക്ടർ കയറി വരുന്നത്. ഒരു മ്യൂസിക് ക്രിട്ടിക്കിന്റെ റോളിലാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത്. നല്ല നൈസ് ആയിട്ടുള്ള ക്യാരക്ടറായിരുന്നു. ഇതുവരെ ഹരീഷിന് അങ്ങനത്തെ ഒരു കഥാപാത്രത്തിൽ ഞാൻ കണ്ടിട്ടില്ല. വളരെ കിടിലൻ ഒരു റോൾ, ഇതുവരെ ചെയ്തിട്ടിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു റോളായിരുന്നു അത് അദ്ദേഹം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിലെ പാട്ടുകൾ ഔസേപ്പ് അച്ഛനാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. പാട്ട് എഴുതിയിട്ടുള്ളത് ഷിബു ചക്രവർത്തിയാണ്. സിത്താര കൃഷ്ണകുമാറും ഡോക്ടർ കൃഷ്ണകുമാറും ചേർന്ന് പാടിയ നല്ലൊരു പാട്ടുമുണ്ട് ഈ സിനിമയിൽ. നൈസായിട്ടുള്ളൊരു പടമാണ്, കണ്ടിരിക്കാനും നല്ല വിഷ്വലി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമയാണ്. എനിക്ക് തോന്നുന്നു നിമിഷ് രവിയാൻ തോന്നുന്നില്ല സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുള്ളത്. എഡിറ്റിങ്ങും സൂപ്പറായിരുന്നു കേട്ടോ. ആ ഒരു ഫ്ലോ ഉണ്ട്. പൊതുവെ ഒരു മ്യൂസിക്കലി ആയിട്ടുള്ളൊരു പടമാണ്, അത് അതിൻ്റെതായിട്ടുള്ളൊരു ഫ്ലോ ഉണ്ട്. പിന്നെ പാർവതിയുടെ അഭിനയം അടിപൊളിയായിരുന്നു. നല്ല സൂപ്പറായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു പാർവതിയുടെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുള്ള ആളും നല്ല കിടിലമായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പാർവതിയുടെ വല്യമ്മയായിട്ടും ഒരു വയസ്സായിട്ടുള്ള ഒരു ലേഡി അഭിനയിച്ചിട്ടുണ്ട്. അവർ കുറച്ചുകൂടി പ്രോഗ്രസീവായി ചിന്തിക്കുന്ന ഒരു അമ്മച്ചിയായിരുന്നു കേട്ടോ വല്യമ്മ. അമ്മ കുറച്ചുകൂടി ട്രഡീഷണലാണ്. അപ്പോൾ അമ്മയും ഈ സുധയുടെ അമ്മയും സുധയും തമ്മിൽ നടക്കുന്ന ഒരു കോൺവെർസേഷനൊക്കെ ഉണ്ട്. അതൊക്കെ ഇന്നത്തെ കാലത്തും വളരെയധികം പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. സോ കണ്ടു നോക്കുക. കാഴ്ച കിടിലം പടമാണ്, എപ്പിസോഡാണ്. ശ്യാമപ്രസാദാണ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്.